സംസ്ഥാനത്തെ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിലെ കുറവ് പരിഹരിക്കാനാകാതെ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ വർഷം 11 അവയവദാനം മാത്രമാണ് കേരളത്തിൽ നടന്നത്. ഈ വർഷം ഇതുവരെ വിരലുണ്ടാവുന്ന അവയവദാനങ്ങൾ മാത്രമാണ് നടന്നത്. കെ സോട്ടയിൽ രജിസ്റ്റർ ചെയ്ത 3000-ഓളം പേരാണ് അവയവദാനത്തിനായി കാത്തിരിക്കുന്നത്. മരണാനന്തര അവയവദാനത്തിനായി സമഗ്ര പ്രോട്ടോക്കോളും SOPയും തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. എന്നാൽ ജീവൻ നിലനിർത്താൻ കാത്തിരിക്കുന്നത് ഇവിടെ ആയിരങ്ങളാണ്. കഴിഞ്ഞ വർഷം 11 അവയവദാനം മാത്രമാണ് കേരളത്തിൽ നടന്നത്. ഈ വർഷം ഇതുവരെ വിരലിൽ എണ്ണാവുന്ന അവയവദാനങ്ങൾ മാത്രമാണ് നടന്നത്. കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 3000-ഓളം പേരാണ്. 54 പുരുഷന്മാരും 26 സ്ത്രീകളും ഉൾപ്പെടെ 80 പേർ ഹൃദയത്തിനായി കാത്തിരിക്കുന്നു. വൃക്കക്കാത്ത് 1477 പുരുഷന്മാരും 581 സ്ത്രീകളും. ആകെ 2058 പേർ. കരൾ മാറ്റിവെക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 345 പുരുഷന്മാരും 47 സ്ത്രീകളും. ആകെ എണ്ണം 392. ശ്വാസകോശത്തിനായി ഒരാളും പാൻക്രിയാസിനായി 2 പേരും ചെറുകുടൽ കാത്ത് 3 പുരുഷന്മാരും കാത്തിരിപ്പിലാണ്. അതേസമയം ഒന്നിൽ കൂടുതൽ അവയവത്തിനായി രജിസ്റ്റർ ചെയ്ത് 19 പുരുഷന്മാരും 4 സ്ത്രീകളും കാത്തിരിക്കുന്നു. അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ കേസോട്ടോ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തിനപ്പുറം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിൽ ഡോക്ടർമാർക്കിടയിലും ചില ആശങ്കകൾ നിലനിൽക്കുന്നു. ജനം, തിരുവനന്തപുരം.